ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഒരു വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിനുമേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്തിന് വ്യവസായ വകുപ്പ് അവകാശവാദമുന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ഠാണ ചന്തക്കുന്ന് റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും റോഡ് വികസനം യാഥാർത്ഥ്യമാകാത്തതിനെ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകി. ഘട്ടം ഘട്ടമായാണ് നിർമ്മാണ പ്രവൃത്തി KSTP പൂർത്തീകരിക്കുന്നത്. ജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഘട്ടത്തിലും സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നഗരസഭാ കെട്ടിടത്തിന്റെ പൊളിച്ചു നീക്കൽ ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിച്ച് തന്നില്ലെന്നും മന്ത്രി ആരോപിച്ചു. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ വ്യാപാരികൾ രംഗത്ത്. ഒരു വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന പ്രതിഷേധ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ഈ മേഖലയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാകാത്തതുമൂലം പല കടകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നും വ്യാപാരികൾ പറഞ്ഞു. ഷാജു പാറേക്കാടൻ, എബിൻ വെള്ളാനിക്കാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിനുമേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. കാടുകയറിക്കിടന്ന സ്ഥലം നാട്ടുകാർ വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് അവകാശവാദമുന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കുവാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം. ഇതോടെയാണ് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത്. നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വാദം. വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരുന്നു. കാട്ടുപന്നി, മലമ്പാമ്പ്, കുറുനരി തുടങ്ങിയ വന്യജീവികളും ഇവിടെ സങ്കേതമാക്കിയിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലം വൃത്തിയാക്കിയതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. കഴിഞ്ഞ ജൂൺ 27 ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ചുമരും 1-ാം നിലയിലെ വരാന്തയ്ക്ക് മുകളിലെ മേൽക്കൂരിയും കൈവരികളും തകർന്ന് റോഡിലേക്ക് വീണത്. ശബ്ദം കേട്ട് യാത്രക്കാർ മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. കെട്ടിടത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് ഭാഗികമായി പൊളിച്ചു നീക്കിയത്. ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്ന് റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ്. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഭീതിയോടെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. പൊളിച്ചു നീക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗം നഗരസഭാ അധികൃതരെ സ്വാധീനിച്ച് ഭാഗികമായി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ഉടമ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. സംഭവത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ.
ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങിന് ആയിരങ്ങളെത്തി. വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ ഷൈൻ, മുരുകൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 25ഓളം പരികർമ്മികളും ചടങ്ങുകളിൽ പങ്കാളികളായി. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിയിടാനെത്തിയ 10,000-ലധികം പേർക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണം ക്ഷേത്രസമിതി ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പാലപ്പെട്ടി ദിലീപ് കുമാർ, സെക്രട്ടറി വിനയദാസ്, ട്രഷറർ വിക്രമൻ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസും ഫയർഫോഴ്സും ആംബുലൻസ് പ്രവർത്തകരും സുരക്ഷ ഒരുക്കിയിരുന്നു. തൃശൂർ പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഷവറോടുകൂടിയ പ്രത്യേക തർപ്പണക്കടവ് സജ്ജമാക്കിയിരുന്നു. ക്ഷേത്ര ഹാളിന് പുറമെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 2 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കിയത് നിരവധി പേർക്ക് ആശ്വാസമായി. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. തിരുവല്ലുവാമല പാമ്പാടി ഐവർ മഠത്തിൽ 10,000-ങ്ങൾ പിതൃബലി തർപ്പണം നടത്തി. ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തകളിലേക്ക് വീണ്ടും. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറുന്നു. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റുകൾ തകർന്നതും ടൈലുകൾ ഇളകിപ്പോയതുമാണ് വാഹനയാത്രികർക്ക് ദുരിതമായി മാറുന്നത്. കോൺക്രീറ്റ് അടർന്നുപോയതോടെ പാലത്തിലെ കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. ഇതുവഴി ദിവസേന ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വിരിച്ച ടൈലുകളും ഇളകി മാറിയതോടെ വാഹനങ്ങൾ ഒരു വശത്തുകൂടിയാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതും വലിയ അപകട ഭീതിയാണ് ഉയർത്തുന്നത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഈ പാലത്തിൽ രൂപപ്പെട്ട വിള്ളലുകളും കുഴികളും റെയിൽവേയുടെ അനുമതിയോടെ കഴിഞ്ഞ മാസം കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാണെന്നും അപ്രോച്ച് റോഡിലെ തകർന്നു കിടന്ന ഭാഗം സഞ്ചാരയോഗ്യമാക്കിയതാണെന്നും ഡിവിഷൻ കൌൺസിലർ CP പോളി പറഞ്ഞു. മഴ കനത്തതോടെയാണ് വീണ്ടും റോഡും പാലവും തകർന്നതെന്നും മഴ മാറി നിന്നാൽ മാത്രമേ റെയിൽവേയുടെ അനുമതിയോടെ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുകയുള്ളൂവെന്നും കൌൺസിലർ പറഞ്ഞു. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പാലത്തിലെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ഈ വിള്ളൽ പാലത്തിന്റെ ബലക്ഷയത്തിനും വലിയ ഗതാഗതക്കുരുക്കിനും ഇടയാക്കും. TCV ന്യൂസ്, തൃശൂർ. പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതായുള്ള ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയ് ലയ ദമ്പതികളുടെ മകൾ ആവുറിൻ മരിച്ചത്. ചികിത്സയ്ക്കായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആന്റിവെനം കൊടുത്തില്ലെന്നും സമയം നഷ്ടപ്പെടുത്തിയെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ BS ശ്രീരേഖയ്ക്കെതിരെ കർശന നടപടി വേണമെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ, ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഷൈൻകുമാർ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ഷീജ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുട്ടിയുടെ രക്ഷിതാവ് ബിനോയ് പറഞ്ഞു.
പാമ്പ് കടിച്ച ഉടനെ തന്നെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അവർ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ വലത്തെ കൈമ മുകളിലായിട്ട് മുട്ടിന് മുകളിലായിട്ട് ഒരു ചെറിയ തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൈമ 2 കുത്തുണ്ടായിരുന്നു. ഒരു കുത്തുമ്മ ചോര വന്നിട്ടുണ്ടായിരുന്നു. ഉടനടി തന്നെ അവർ കാഷ്വാലിറ്റിയിൽ കൊച്ചിനെ കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവരോട് പറഞ്ഞത് ഉടനെ കൊച്ചിന് OP ടിക്കറ്റ് എടുത്തിട്ട് വരാനാണ് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഡിലേ വന്നു. അതിനുശേഷം ഡോക്ടർ മറ്റൊരു പേഷ്യൻറ്റിനെ നോക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കാൻ തന്നെ വന്നത്. അതിനുശേഷം കൊച്ചിൻ്റെ BT-CT നോക്കിക്കൊണ്ടിരുന്നു. അവർ കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഓക്സിജൻ ലെവൽ നോക്കണേ. ഓക്സിജൻ ലെവൽ നോക്കിയപ്പോഴാണ് ഓക്സിജൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുഞ്ഞിൻ്റെ. ഞാൻ വിദേശത്ത് നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഡോക്ടറോട് ആവശ്യപ്പെട്ട്, ഡോക്ടറെ കുഞ്ഞിനെ കടിച്ചേക്കുന്നത് പാമ്പാണ്, ആൻറ്റിവെനം കൊടുക്കുക ഡോക്ടറെ, ഞങ്ങൾ അടുത്ത ആശുപത്രിയിലോട്ട് എവിടേക്കെങ്കിലും അതിന് ശേഷം കൊണ്ടുപോയിക്കോളാം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. അവർ അതൊന്നും ചെയ്തില്ല. കൊച്ചിന് ശ്വാസമുട്ടിൻ്റെ മരുന്നാണ് കൊച്ചിനെ കുത്തിവെച്ചത്. അതിനുശേഷം കൊച്ച് അലറി കരഞ്ഞു. ആ കരഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം കൊച്ച് കോമയിലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ കൊച്ച് തല താത്തി കിടക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നിട്ടും ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിനെ ആംബുലൻസിലോട്ട് വിടാൻ തന്നെ അവർ തയ്യാറായത്. മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവെ മരിച്ച അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി തോമസിന്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ പുറത്തു കിടത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ സാമൂഹികനീതി ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ബുധനാഴ്ച രാവിലെ മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവെയാണ് തോമസ് മരിച്ചത്. എന്നാൽ പിതാവിന്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടിപ്പോയതോടെയാണ് മൃതദേഹം പുറത്തു കിടത്തേണ്ടി വന്നത്. പനി ബാധിച്ച് പുലർച്ചെയാണ് മണലൂർ സാന്റ് ജോസ് കെയർ ഹോമിലായിരുന്ന തോമസ് മരിച്ചത്. മകനോട് തിരിച്ചുവന്ന് മൃതദേഹം അകത്ത് കയറ്റാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല. പിന്നീട് പഞ്ചായത്തും പോലീസും ഇടപെട്ടാണ് മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് കിടത്തിയത്. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു. എയ്യാൽ സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പാത്രമംഗലം തേവര ശശിയുടെ ഓഡിറ്റ് വീടാണ് തകർന്നത്. കാറിടിച്ച് വീടിന്റെ മുൻവശത്തെ ചുമർ പൂർണ്ണമായും തകർന്നു. തട്ടാൻ വീട്ടിൽ രവി എന്ന് വിളിക്കുന്ന നാരായണന്റെ ഉടമസ്ഥതയിലുള്ള PNV സ്റ്റോഴ്സിനും നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. കടയുടെ മുൻവശത്തെ ട്രസ്സിന്റെ തൂണുകൾ കാറിടിച്ച് തകർന്നതിനെ തുടർന്ന് ട്രസ് നിലംപൊത്തി. മുൻവശത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും കാറിടിച്ച് കയറി ഉപയോഗശൂന്യമായി. കാറിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യാൻ സ്കൂൾ പരിസരത്തെത്തിയ യുവാവ് അറസ്റ്റിലായി. ലോകമല്ലേശ്വരം ഗുരുദേവ നഗർ സ്വദേശി ഉളിപ്പറമ്പിൽ വീട്ടിൽ ഷെബിൻ ഷായെ ആണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്കൂൾ പരിസരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ലഹരിമരുന്ന് ഉപയോഗിച്ചതും പോലീസ് സ്റ്റേഷനിലെ ഗ്ലാസ് ക്യാബിൻ അടിച്ച് തകർത്തതും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ ഷെബിൻ ഷാ പ്രതിയാണ്. SHO BK അരുൺ, SIമാരായ ജിജേഷ്, തോമസ്, K സാലിം, CPO ബിജുകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 32.5 ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ കമ്മീഷൻ വാങ്ങി തട്ടിപ്പ് പണം കൈമാറുന്നതിനായി ബാങ്ക് അക്കൗണ്ട് നൽകിയ പ്രതി പിടിയിൽ. കോഴിക്കോട് കക്കാട് സ്വദേശി കളത്തിങ്കൽ പുറൈ വീട്ടിൽ മുഹമ്മദ് നസീബ് ആണ് അറസ്റ്റിലായത്. എടവിലങ്ങ് സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ സ്വീകരിച്ച് വിദേശത്തുനിന്ന് പണം പിൻവലിക്കാൻ ഇയാൾ സഹായം ചെയ്തതായി പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിൽ കാനയിലേക്ക് മഴവെള്ളം ഒഴുകുന്നതിനുള്ള കുഴിയിൽ വീണ് കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റു. പുത്തമ്പള്ളി പാങ്ങിൽ രാജന്റെ ഭാര്യ സുനിതയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുനിതയെ ആക്ട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാഴി ഒറ്റപ്പാലം സംസ്ഥാന പാതയിൽ ഉണങ്ങി നിന്നിരുന്ന മരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. KSEB അധികൃതരും നാട്ടുകാരും യൂണിയൻകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ബസ് ജീവനക്കാരും നാട്ടുകാരും മരം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കൊണ്ടാഴി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻ ഹരിപ്പാട് അപ്പുവിനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകി തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി എറവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിനെ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജു പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ചാലക്കുടി മേലൂരിൽ പാൽ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 700 ലിറ്റർ പാൽ റോഡിൽ ഒഴുകിപ്പോയി. പാലപ്പള്ളി ക്ഷീരോത്പാദക സംഘത്തിൽ നിന്ന് പാൽ ശേഖരിച്ച് മടങ്ങവെ മേലൂർ സെയിന്റ് ജോസഫ് ഹൈസ്കൂളിന് സമീപം വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. മുൻപിൽ പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. ഡ്രൈവർ വേലൂർ സ്വദേശി സനൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൃശൂർ സഹോദയ സ്കൂൾ സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് കലോത്സവം വെള്ളിയാഴ്ച ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലയിലെ 50 CBSE വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം അധ്യാപകർ കലോത്സവത്തിൽ പങ്കെടുക്കും. ചലച്ചിത്ര താരം ലിഷോയ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ സഹോദയ ട്രഷറർ ബാബു കോയിക്കര, വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ, ജനറൽ കൺവീനർ മൃദുല മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുമനയൂർ കുണ്ടുകടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റി റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർഡംഗം നസീർ മൂപ്പിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഹിഷാം കപ്പൽ, പ്രവീണ, സുകന്യ, മനു ആൻഡോ, ചാൾസ് ചാക്കോ, മുഹമ്മദ് റാസൽ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കമാലി റോട്ടറി ക്ലബിന്റെ ആശാ പദ്ധതിയുടെ ഭാഗമായി വാഴച്ചാൽ പ്രീ മെട്രിക് സ്കൂൾ ഹോസ്റ്റലിലേക്ക് TV, വാഷിംഗ് മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, പുസ്തകങ്ങൾ എന്നിവ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അങ്കമാലി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിറോഷ് രാജൻ പൊന്നമ്പി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് രാഘവൻ, ട്രഷറർ പാപ്പച്ചൻ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. മണത്തലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാക്കൾ മണത്തലയിൽ സന്ദർശനം നടത്തി. ഈ ആവശ്യമുന്നയിച്ച് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ സുരേഷ് ഗോപി MPക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായാണ് നേതാക്കളുടെ സന്ദർശനം. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി പ്രതീഷ്, വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കരൻ, സെക്രട്ടറി അനി ചില്ലി എന്നിവർ സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫൈസൽ കാനമ്പള്ളി, വൈസ് ചെയർമാൻ KV അലിക്കുട്ടി, ജനറൽ കൺവീനർ നാസർ പറമ്പൻസ്, രക്ഷാധികാരി TK ഷാഹുൽ ഹമീദ് തുടങ്ങിയവരുമായി BJP നേതാക്കൾ ചർച്ച നടത്തി. വല്ലക്കുന്ന് സെയിന്റ് അൽഫോൺസ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഈ മാസം 28-ന് ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിബു കള്ളപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1/4 ലക്ഷത്തോളം പേർക്കാണ് നേർച്ച ഊട്ട് ഒരുക്കുന്നത്. വികാരി ഫാദർ സിൻഡോ ആലപ്പാട്ട്, കൺവീനർമാരായ കോക്കാട്ട് ലോനപ്പൻ ആൻഡ്രു, തണ്ടയ്ക്കൽ ബേബി അഗസ്റ്റിൻ, നെടുമ്പറമ്പിൽ കൊച്ചപ്പൻ ഡേവിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാഞ്ഞാളിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃദുൽ ഭവനിൽ താമസിക്കുന്ന 60 വയസ്സുള്ള മുരളീധരനാണ് മരിച്ചത്. വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് അയൽവാസികൾ ജനൽ വഴി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകളിലേക്ക് വീണ്ടും. തുമ്പൂർമുഴി പാർക്കിലെ ടൂറിസത്തെ തകർക്കുന്ന മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് BJP അതിരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. പാർക്കിന് മുന്നിൽ നടന്ന ധർണ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിമിൽ ഗോപി അധ്യക്ഷനായി. അനീഷ് ചെന്താമര, MG മനോജ്, ശിവപ്രസാദ്, പൗലോസ് തിരുമുടിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ സെയിന്റ് ജൂഡ് ലത്തീൻ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വികാരി ഫാദർ ഫ്രാൻസിൻ കുരിശിങ്കൽ തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ജനറൽ കൺവീനർ കോളിൻസ് ചക്കാലയ്ക്കൽ, ജോയിന്റ് കൺവീനർ സേവ്യർ, ബ്രദർ മനു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 2-നാണ് ഊട്ടുതിരുനാൾ. മേലൂർ പൂലാനിയിൽ വീട്ടുപറമ്പിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. കുമ്പളത്തുപറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകർ എത്തി കാട്ടുപന്നിയുടെ ജഡം കൊണ്ടുപോയി. പ്രദേശത്ത് ഏറെക്കാലമായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഓട്ടുപാറയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ PM സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് PN വൈശാഖ്, ബിജു ആട്ടോർ, അജിത് കുമാർ മല്ലയ്യ, മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കുന്നംകുളത്ത് സർവകക്ഷി അനുശോചന യോഗം നടത്തി. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ഫാദർ ബെഞ്ചമിൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രായം ഒരു ഘടകമല്ലെന്ന് തെളി ായിരുന്നു VS. സാധാരണക്കാരൻ പോരാട്ട വീര്യമേ. ചാലക്കുടിയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്ര സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുഴയുടെ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലുകളിലായിരുന്നു ബലിതർപ്പണം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശാന്തിമാർ കാർമ്മികരായി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചാലക്കുടി അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് NSS കരയോഗം പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. കൂരിക്കുഴി ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി ലിജീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചായ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങിന് മേൽശാന്തി സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിനു സമീപത്തെ പുഴയോരത്തായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. രാമചന്ദ്രൻ ഇളയത്, ശിവൻ, ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മാള മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. അന്നമനട മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ച് ചാലക്കുടി പുഴയോരത്ത് ബലിതർപ്പണം നടന്നു. അന്നമനട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണം നടന്നു. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗമായി പുതുക്കുളത്തിൽ നിരവധി പേർ ബലിതർപ്പണം നടത്തി. കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണ സ്ഥലത്ത് അണലിപ്പാമ്പിനെ കണ്ടെത്തി. കാര വാക്കടപ്പുറത്തെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നതിനിടയിലാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പ്. നാട്ടുകാരും പോലീസും വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ
സജിന മതിലകം എത്തി പാമ്പിനെ പിടികൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിന് മേൽ അവകാശവാദമുന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്തിന് വ്യവസായ വകുപ്പ് അവകാശവാദമുന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി 10,000. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റ് തകർന്ന് പാലത്തിലെ കമ്പികൾ പുറത്തുവന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.